പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം കേൾക്കാതെ, നമ്മുടെ അകത്തുനിന്ന് നമ്മെ ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം കേൾക്കാതെ നാം അനുസരണക്കേട് കാണിച്ച് വീണ്ടും തെറ്റിൽ അകപ്പെട്ട് പാപം ചെയ്ത് കഴിയുമ്പോൾ അപ്പൻ നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുവാനായിട്ടിടവരും, നമ്മളെ ശിക്ഷണം ചെയ്യുവാനായിട്ടിടവരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വേദനിക്കും. അപ്പോൾ ഒരുപാട് നഷ്ടങ്ങളുണ്ടാകുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ സമയങ്ങൾ ഒരുപാട് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഒരുപാട് മനക്ലേശമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അപ്പൻ മകനെ ശിക്ഷണം നടത്തുമ്പോൾ വേദനിക്കും. നാം നമ്മുടെ കൊച്ചുമക്കൾ കുറ്റം ചെയ്യുമ്പോൾ നാം അവരെ അത്യാവശ്യം അവരെ ശിക്ഷണം നൽകാറുണ്ട്, അടിക്കാറുണ്ട്, പിച്ചാറുണ്ട്. അടിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പക്ഷേ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ നാം അടിക്കുന്നത്? അല്ല, അവൻ നന്നായി വളരുവാൻ വേണ്ടി, നന്നായി അവനെ ഡിസിപ്ലിൻ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നാം അവനെ അടിക്കുന്നത്. അടിക്കുമ്പോൾ നല്ല വേദനയുണ്ടാകും, ചിലപ്പോൾ പൊട്ടും. ചിലപ്പോൾ അടി ഇത്തിരി കട്ടിയായി കഴിയുമ്പോൾ കുഞ്ഞിനെ കുറച്ച് ദിവസത്തേക്ക് തന്നെ നല്ല വേദന ഉണ്ടാകും. ചിലപ്പോൾ തൊലിയൊക്കെ ഇത്തിരി പൊട്ടും. അപ്പോൾ ആ കുഞ്ഞിന് ചില ദിവസങ്ങൾ വളരെ വേദനയുണ്ടാകും, വളരെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ആ കുഞ്ഞിനെ അപ്പൻ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണോ, കൊല്ലുവാൻ വേണ്ടിയിട്ടാണോ, ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടാണോ? അല്ല, അപ്പൻ മകനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, അപ്പൻ മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ശിക്ഷിക്കുന്നത്. ഇതിൻ്റെ വചനവും അത് തന്നെയാണ് പറയുന്നത്. സ്നേഹിക്കുന്ന അപ്പൻ തൻ്റെ മക്കളെ ശിക്ഷിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. ആ അപ്പൻ ശിക്ഷിക്കുന്നത് എന്നേക്കുമായിട്ട് അവർ ഇല്ലാതെയായി പോകുവാൻ വേണ്ടിയിട്ടല്ല. ഒരിക്കലും ഇനി നീ എൻ്റെ അരികിലേക്ക്, എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ ശിക്ഷിച്ച് കളയുകയല്ല ചെയ്യുന്നത്. അവനെ ദൈവം ഉദ്ദേശിച്ച ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് അവനെ കൂടി കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ് അവനെ ഡിസിപ്ലിൻ ചെയ്യുന്നത്. അപ്പൻ സ്നേഹിക്കുന്ന മക്കളെയാണ് ഡിസിപ്ലിൻ ചെയ്യുന്നത്.